ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് മത്തി പീര വെക്കാനാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി അതിന് ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവും. എല്ലാം ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ആദ്യം പുളി വെള്ളത്തിലിട്ട് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ചെറിയ ഉള്ളി, കുറച്ച് പച്ചമാങ്ങായും കൂടെ കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ അരപ്പിന് വേണ്ട രീതിയിൽ ആ പാകത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ ചേർത്ത് പുളിയും മീനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ വെള്ളം, അതായത് മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചില്ലേ, അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുത്തതാണ് കേട്ടോ. ഇതൊക്കെ വേകാൻ ആവശ്യമായ വെള്ളം നമ്മൾ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പ് കേട്ടോ. ഞാനിപ്പോൾ തക്കാളിയും മാങ്ങയൊക്കെ എടുത്തുകൊണ്ടാണ് കുറച്ച് ഏറെ ഉപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി, ഓരോ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നമ്മൾ നന്നായിട്ടൊന്ന് അത് സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓയിലൊന്നും ചേർക്കണില്ല, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുന്നത്, ഓയിലൊന്നും ചേർക്കാതെ കേട്ടോ. അപ്പം നമുക്കിത് പതുക്കെ ഒന്ന് മൂടിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് നേരത്തെ കറിവേപ്പില ആഡ് ചെയ്യാം. നമ്മളത് അടച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ചാറ് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചാറ് വറ്റിച്ചെടുക്കണുണ്ട്. ഇത് കുറച്ചുകൂടെ ചാറൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഞാൻ വാങ്ങി വയ്ക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓയിലൊന്നും ഉപയോഗിക്കേണ്ട, ഓയിലൊക്കെ ഉപയോഗിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മീൻ പീരയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.